ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള അമ്മിക്കുറുമി ടോയ്സും അതുപോലെ ഡോൾസും ഒക്കെ ആർക്കെങ്കിലും ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അതും ക്രോഷേയിലുണ്ടാക്കിയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ സ്വാഗതം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്. പെൺകുട്ടികളുള്ള അമ്മമാർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും, നമ്മുടെ മക്കൾക്ക് എപ്പോഴും ഇതുപോലത്തെ ഡോൾസിനെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അവർക്കതിന് ഡ്രസ്സിങ് ചെയ്ത് കൊടുക്കാനും അതുപോലെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു ഡോൾ നമുക്ക് നമ്മുടെ മോൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ, അവർക്ക് നല്ല സന്തോഷമാവും. എൻ്റെ മോൾക്ക് എപ്പോഴും ഭയങ്കര സന്തോഷമാണ് ഇതുപോലത്തെ ഡോൾസ് കാണുമ്പോൾ. അവൾ ഭയങ്കര ഹാപ്പിയാണ്. അത് കാണുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ടോയ്സ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 പ്ലൈ കോട്ടൺ യാണാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് 4 പ്ലൈ യാൺ തന്നെയാണ്, കോട്ടൺ യാൺ തന്നെയാണ്. അതുപോലെ 2 mm ഹൂക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നമ്മുടെ സ്റ്റാൻഡിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കാം. ദെൻ ആ യാണിൻ്റെ എൻഡ് പോർഷൻ ഇതുപോലെ തമ്പ് വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. ഇതുപോലെ നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാം. ദെൻ നമുക്ക് നമ്മുടെ ചൂണ്ടുവിരൽ ഇതൊന്ന് ചുറ്റിയെടുത്തിട്ട് ഈ ഫിംഗറിൻ്റെ ഉള്ളിലായിട്ട് നമുക്കതൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കാം. നല്ലോണം ടൈറ്റ് ചെയ്യേണ്ട, നമുക്ക് ആ നീഡിൽ കയറാനുള്ളൊരു അയവ് വേണം. ദെൻ നമുക്ക് നമ്മുടെ യാൺ, അതായത് ലോങ് ആയിട്ടുള്ള ആ യാണ് ഇതിലേക്ക് ചുറ്റി ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്കൊന്ന് പുള്ള് ചെയ്തെടുക്കാം. ദെൻ നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇതാണ് നമ്മുടെ മാജിക് റിങ്. ഈ മാജിക് റിങ്ങിൻ്റെ ഉള്ളിലാണ് നമ്മൾ സിംഗിൾ ക്രോഷേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മാജിക് റിങ് ചെയ്യുന്നത് മനസ്സിലായോ? ഒരു തവണയും കൂടെ ഞാൻ കാണിക്കാം. ഇതുപോലെ ഇതിൻ്റെ എൻഡായിട്ടുള്ള അറ്റം നമുക്ക് ഇതുപോലെ കയ്യിൽ തമ്പ് വെച്ചിട്ട് നമുക്കൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാം. ദെൻ നമുക്ക് ചൂണ്ടുവിരൽ ഇതിങ്ങനെ ചുറ്റിയെടുത്തിട്ട് ഇവിടെ ഒന്ന് ടൈറ്റാക്കി പിടിക്കാം. ദെൻ നമുക്ക് നീഡിൽ ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്ത് യാണൊന്ന് ചുറ്റിയിട്ട് ഒരു ചെയിൻ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ ചെയിൻ സ്റ്റിച്ച് ചെറുതാക്കാനും വലുതാക്കാനൊക്കെ പറ്റണം. അത് നമുക്ക് നല്ലോണം ചെറുതാക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ നീഡിൽ ഇതിൻ്റെ ഈ റിങ്ങിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് യാൺ അണ്ടർ ചെയ്തിട്ട് നമുക്കൊന്ന് പുള്ള് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിവിടെ 2 ലൂപ്പുകൾ കിട്ടും. അതിൻ്റെ ഉള്ളിൽ കൂടെ യാൺ ഓവർ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ പുള്ള് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ 1 സിംഗിൾ ക്രോഷേ റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ 5 എണ്ണം കൂടി ചെയ്യണം. ടോട്ടൽ നമുക്ക് 6 ആണ് വേണ്ടത്. രണ്ടാമത്തെയും യാൺ അണ്ടർ ചെയ്തിട്ട് നമുക്ക് പുള്ള് ചെയ്തെടുക്കാം. 2 ലൂപ്പ് കിട്ടും. അതിൻ്റെ ഉള്ളിൽ കൂടെ യാൺ ഓവർ ചെയ്തിട്ട് നീഡിൽ യാൺ ഓവർ ചെയ്തിട്ട് നമുക്ക് പുള്ള് ചെയ്തെടുക്കാം. 2 എണ്ണമായി. നെക്സ്റ്റ് മൂന്നാമത്തേത് യാൺ അണ്ടറാണ് നമ്മളെപ്പോഴും ചെയ്യേണ്ടത്. എന്നാലേ നമുക്ക് നമ്മുടെ ടോയ്സിനൊക്കെ നല്ലൊരു വൃത്തി ഉണ്ടാവുകയുള്ളൂ, നമുക്കൊരു ക്രോസ് സ്റ്റിച്ചായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. യാൺ ഓവർ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് തീരെ വൃത്തി, നമുക്ക് ടോയ്സൊന്നും അത്ര വൃത്തി തോന്നില്ല. യാൺ അണ്ടർ ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് ടോയ്സിന് നല്ല വൃത്തി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അത് യാൺ അണ്ടർ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ട്രൈ ചെയ്യണം. എന്നാലേ അത് നമുക്ക് അങ്ങ് ശീലമായിക്കോളും. ആദ്യമേ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കങ്ങ് ശീലമായിക്കോളും. ഇതിപ്പോൾ 6 എണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെറിയ അറ്റം ഉണ്ടല്ലോ, ആ ഒരു യാണ് നമുക്ക് നല്ലോണം ഒന്ന് പുള്ള് ചെയ്തിട്ട് നല്ലോണം ടൈറ്റാക്കി കൊടുക്കാം. നല്ലോണം ടൈറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷേൻ്റെ ഒരു സ്റ്റിച്ച് ഉണ്ടാവും, അവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് വന്നിട്ടുണ്ടാവും. ആ ചെയിനിലേക്ക് നമുക്ക് ആ യാണിൻ്റെ എൻഡ് പോർഷൻ ഉണ്ടാവും, അത് നമുക്ക് ഇതേപോലെ ഇതിലേക്ക് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവാം. അല്ലെങ്കിൽ അത് പിന്നെ വെട്ടിക്കളഞ്ഞാൽ ചിലപ്പോൾ ഊരി പോരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആ ചെയിൻ സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്യാണ് വേണ്ടത്. നമുക്ക് യാണണ്ടർ ചെയ്തെടുക്കാം. ദെൻ നമുക്ക് നമ്മുടെ ലാസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെയും കൂടെ പുള്ള് ചെയ്തെടുക്കാം. ദെൻ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഒരു റൗണ്ട് കഴിഞ്ഞു. രണ്ടാമത്തെ റൗണ്ട് ഈ ചെയിൻ സ്റ്റിച്ചിലൂടെ സ്റ്റാർട്ടായി. ഒരു റൗണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ റൗണ്ട് ചെയ്യണം. രണ്ടാമത്തെ റൗണ്ടിൽ വരുന്നത് 6 ഇൻക്രീസസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഓരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷേ വീതം നമ്മൾ ചെയ്ത് കൊടുക്കുക.
അതിനാണ് ഇൻക്രീസ്. ഓരോ സ്റ്റിച്ചിലും 2 എണ്ണം വീതം ചെയ്യണതിനാണ് ഇൻക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിലും നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യേഴ്സ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പം നമുക്ക് ആ റൗണ്ടും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ റൗണ്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ റൗണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോവാം. അതിൽ നമ്മൾ ഫസ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം, ദെൻ ഒരു ഇൻക്രീസ് ചെയ്യാം. ഇതാണ് പാറ്റേൺ. 1 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. ഇത് 6 ടൈംസ് നമുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ റൗണ്ടും കൂടെ ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. 1 സിംഗിൾ ക്രോഷ്യ ദെൻ ഇൻക്രീസ്. ഇൻക്രീസ് പറയുമ്പോൾ ഒരു സ്റ്റിച്ചിൽ 2 എണ്ണം വീതം. അങ്ങനെയാണ് ഈ ഒരു റൗണ്ടിൻ്റെ മൂന്നാമത്തെ റൗണ്ടിൻ്റെ പാറ്റേൺ ഉള്ളത്. അപ്പോൾ അത് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റൗണ്ടും കംപ്ലീറ്റ് ആയി. ലാസ്റ്റ് ചെയിൻ സ്റ്റിച്ചും ചെയ്ത് കൊടുത്തു. ദെൻ നമുക്ക് റൗണ്ട് 4ലേക്ക് പോവാം. റൗണ്ട് 4ലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം, ദെൻ ഒരു ഇൻക്രീസ് ചെയ്യാം. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു, ഒരു ഇൻക്രീസ് ചെയ്തു. ഇനി നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് 5 ടൈംസ് ചെയ്യണം. 1 സിംഗിൾ ക്രോഷ്യ ചെയ്തു, 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു, ദെൻ ഒരു ഇൻക്രീസ്. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഇൻക്രീസ് ചെയ്ത് കൊടുത്തു. ഈ ഒരു പാറ്റേൺ, അതായത് 2 സിംഗിൾ ക്രോഷ്യ ദെൻ ഇൻക്രീസ്, ഈ ഒരു പാറ്റേൺ നമുക്ക് 5 ടൈംസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ രണ്ടാമത്തെ തവണ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. 2 സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞു, നെക്സ്റ്റ് ഒരു ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 2 തവണയായി. മൂന്നാമത്തത് 1 സിംഗിൾ ക്രോഷ്യ, 2 സിംഗിൾ ക്രോഷ്യ, ദെൻ ഒരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3 തവണ ചെയ്തു. നാലാമത്തെ തവണ 1 സിംഗിൾ ക്രോഷ്യ, 2 സിംഗിൾ ക്രോഷ്യ, ദെൻ ഇൻക്രീസ്. ഇനി നമുക്ക് 5ാമത്തെ തവണയും ചെയ്ത് കൊടുക്കാം. 1 സിംഗിൾ ക്രോഷ്യ, 2 സിംഗിൾ ക്രോഷ്യ, ദെൻ ഇൻക്രീസ്. ലാസ്റ്റ് നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ബാക്കി ഉണ്ടാവും. അവിടെ 2 സ്റ്റിച്ച് കാണുന്നത് ഒരു സിംഗിൾ ക്രോഷ്യയും ഒരു സ്ലിപ്പ് നോട്ടുമാണ്. ഇനി നമുക്ക് ഈ റൗണ്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് 5ലേക്ക് പോവാം. ആദ്യം ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് 3 സിംഗിൾ ക്രോഷ്യ ദെൻ ഇൻക്രീസ്. 3 സിംഗിൾ ക്രോഷ്യ ചെയ്തു, നാലാമത്തേൽ ഒരു ഇൻക്രീസ് ചെയ്തു. ഇതാണ് നമ്മുടെ ഈ റൗണ്ടിലെ പാറ്റേൺ. 1 സിംഗിൾ ക്രോഷ്യ, 2 സിംഗിൾ ക്രോഷ്യ, 3 സിംഗിൾ ക്രോഷ്യ, ദെൻ ഇൻക്രീസ്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഞാനിപ്പോൾ റൗണ്ട് 5ഉം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇട്ടു. റൗണ്ട് 6ലേക്ക് പോവാം. അതിൽ ആദ്യം നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം, ദെൻ ഒരു ഇൻക്രീസ് ചെയ്യാം. ഇനി നമുക്ക് 4 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്നുള്ള പാറ്റേൺ 5 ടൈംസ് ചെയ്ത് കൊടുക്കാം. 1 2 3 4 സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി സെയിം 4 സിംഗിൾ ക്രോഷ്യ ചെയ്യാം, ഒരു ഇൻക്രീസ് ചെയ്യാം. അങ്ങനെ അത് നമുക്ക് 5 ടൈംസ് ഈ 4 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് നമുക്ക് ചെയ്തെടുക്കാം. മൂന്നാമത്തെ തവണയാണ് ഞാനിവിടെ ചെയ്യണേ. അത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അത് കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ലാസ്റ്റ് 2 ചെയിൻ സ്റ്റിച്ച് ഉണ്ട്, 2 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ടാവും. ആ 2 സിംഗിൾ ക്രോഷ്യയും കൂടെ ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആ റൗണ്ട് ക്ലോസ് ചെയ്യാം, ചെയിൻ സ്റ്റിച്ച് ഇടാം. ഇപ്പോൾ ആ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് 7ലേക്ക് പോവാം. റൗണ്ട് 7ൽ 5 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, ആ ഒരു പാറ്റേൺ മാത്രമാണ് ഫോളോ ചെയ്യുന്നത്. 5 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 സിംഗിൾ ക്രോഷ്യ, 2 3 4 ആൻഡ് 5 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ദെൻ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഇൻക്രീസ് ചെയ്യാം. ഈ ഒരു പാറ്റേൺ 6 ടൈംസ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ 42 സിംഗിൾ ക്രോഷ്യേഴ്സ് ആയിരിക്കും കിട്ടുക. ഞാനിപ്പോൾ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് 8ലേക്ക് പോവാം. റൗണ്ട് 8ൽ ചെയ്യേണ്ടത്, ആദ്യം നമുക്ക് 3 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. 1 2 3 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ദെൻ ഒരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 6 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, ഈ പാറ്റേൺ 5 ടൈംസ് നമുക്ക് ചെയ്തെടുക്കാം. 6 സിംഗിൾ ക്രോഷ്യ
ദെൻ ഒരു ഇൻക്രീസ് എന്നുള്ള പാറ്റേൺ 5 ടൈംസ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റിൽ നമുക്ക് 3 സിംഗിൾ ക്രോഷേ നമുക്ക് ബാക്കി ഉണ്ടാവും. അപ്പം നമുക്ക് ടോട്ടൽ 48 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും കിട്ടുന്നത്. ഇത് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഫസ്റ്റത്തത് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ഇട്ടതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഈ പകുതി ചെയ്യുന്നെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് ശരിക്കും 6 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്നുള്ള പാറ്റേൺ ആണ് കംപ്ലീറ്റ് ആയിട്ട് വരേണ്ടത്. അതിൽ നമ്മൾ ഈ 3 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് നമ്മൾ ഫസ്റ്റ് കൊടുത്തു. ലാസ്റ്റിലേക്ക് 3 സിംഗിൾ ക്രോഷേ ഉണ്ടാവും. അപ്പോഴും അവിടെ 6 സിംഗിൾ ക്രോഷേ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ലാസ്റ്റുള്ള 3 സിംഗിൾ ക്രോഷേസും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. 2 3 റൗണ്ട് ക്ലോസ് ചെയ്യാം. സ്ലിപ്പ് നോട്ട് ക്ലോസ് ചെയ്യാം. ദെൻ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് റൗണ്ട് 9ലേക്ക് പോവാം. റൗണ്ട് 9ൽ 7 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്നുള്ളത് 6 ടൈംസ് നമുക്ക് ചെയ്ത് കൊടുക്കാം. 7 സിംഗിൾ ക്രോഷേ ദെൻ ഒരു ഇൻക്രീസ്. അപ്പം നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 54 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും കിട്ടുന്നത്. നമ്മളിത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ കൗണ്ട് ചെയ്ത് ചെയ്യണം. ഇല്ലാച്ചാൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഇത് അഴിക്കേണ്ടി വരും. പിന്നെ ഷേപ്പിൽ വ്യത്യാസവും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം എപ്പോഴും നമുക്ക് കൗണ്ട് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ ആ റൗണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് 10ലേക്ക് പോവാം. അതിൽ ഫസ്റ്റ് 4 സിംഗിൾ ക്രോഷേ ചെയ്യാം. 2 3 ആൻഡ് 4 സിംഗിൾ ക്രോഷേ ചെയ്തു. ദെൻ ഒരു ഇൻക്രീസ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഇൻക്രീസ് ചെയ്യാം. ദെൻ നമുക്ക് 8 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്നുള്ള പാറ്റേൺ ഒരു 5 ടൈംസ് നമുക്ക് ചെയ്തെടുക്കാം. 2 ചെയ്തു. 3 സിംഗിൾ ക്രോഷേ 4 5 6 7 8 ചെയ്തു. ദെൻ നെക്സ്റ്റ് ഡേയിൽ ഒരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു 8 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്നുള്ള പാറ്റേൺ നമുക്ക് 5 ടൈംസ് ചെയ്ത് കൊടുക്കാം. ബാക്കി 4 സ്റ്റിച്ച് നമുക്ക് പെൻഡിങ് ഉണ്ടാവും. നമുക്ക് ബാക്കി വരുന്ന 4 സ്റ്റിച്ചിലേക്ക് 4 സിംഗിൾ ക്രോഷേസ് കൂടെ ചെയ്ത് കൊടുക്കാം. 4 അപ്പോൾ ഞാൻ 8 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്നുള്ളത് 5 ടൈംസ് ചെയ്തെടുത്തു. ബാക്കി 4 സിംഗിൾ ക്രോഷേ ഉണ്ട്, അതും കൂടെ ചെയ്ത് കൊടുക്കാം. 2 സിംഗിൾ ക്രോഷേ 3 ദെൻ ലാസ്റ്റത്തെ 4. ഇനി സ്ലിപ്പ് നോട്ട് ചെയ്യാം. റൗണ്ട് ക്ലോസ് ചെയ്യാം. ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിപ്പോൾ റൗണ്ട് 10 വരെ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി റൗണ്ട് 11 മുതൽ 19 വരെ, അതായത് 9 റൗണ്ട് ഉണ്ടാവും. ഈ 9 റൗണ്ട് നമുക്ക് 60 സിംഗിൾ ക്രോഷേ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ലാസ്റ്റ് നമുക്ക് 10th റൗണ്ടിൽ കിട്ടിയിട്ടുണ്ടാവുക 60 ആയിരിക്കും. അപ്പോൾ ഈ 60 എന്നുള്ളത് നമുക്ക് ഓരോ സിംഗിൾ ക്രോഷേസിലും ഓരോന്ന് വീതം വെച്ചിട്ട് നമുക്ക് 9 റൗണ്ട് നമുക്ക് ചെയ്തെടുക്കാം. ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷേ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അത് നമുക്ക് 9 റൗണ്ടും ചെയ്തെടുക്കാം. ഇതിവിടെ 9 റൗണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് 20ലേക്ക് പോവാം. അതിൽ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് 24 സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് 24 സിംഗിൾ ക്രോഷേ 1 2 3 അങ്ങനെ 24 സിംഗിൾ ക്രോഷേ ചെയ്യാം. എണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഒരു ചെയിൻ ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ഒരു ചെയിന് ഇപ്പുറത്തേലും സ്കിപ്പ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റിലേക്ക് നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ടോട്ടൽ 10 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. 1 ചെയ്തു, അതുപോലെ 10 ചെയ്ത് കൊടുക്കാം. 2
3 4 5 6 7 8 9 ആൻഡ് ലാസ്റ്റ് വൺ 10 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുത്തു. എഗെയിൻ നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ദെൻ ഇതിൽ ഒരു ചെയിൻ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിലേക്ക് ബാക്കി 24 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും ഉണ്ടാവുക. അത് കംപ്ലീറ്റ് നമുക്ക് 24 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ടോട്ടൽ 24 ആയിരിക്കും ഉണ്ടാവുക. അത് നമുക്ക് ചെയ്യാം. ദെൻ നമുക്കിനി റൗണ്ട് 21ലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ടോട്ടൽ 60 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും ഉണ്ടാവുക. 21ൽ നമ്മൾ ഈ 60 തന്നെയാണ് ചെയ്യണേ. ഓരോ സിംഗിൾ ക്രോഷയിലും ഓരോന്ന് വീതം വെച്ചിട്ട് 60 എണ്ണം നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ റൗണ്ട് 21 ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് 22ലേക്ക് പോവാം. ആദ്യം നമുക്കൊരു 18 സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. ഇതുപോലെ 18 എണ്ണം ചെയ്തു. ദെൻ നമുക്ക് 1 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. ഈ ഒരു പാറ്റേൺ 5 ടൈംസ് ചെയ്ത് കൊടുക്കാം. 1 സിംഗിൾ ക്രോഷേ ചെയ്തു, ഒരു ഇൻക്രീസ് ചെയ്തു. ഇത് 1 ടൈമായി. അതുപോലെ ഇനി ബാക്കി 4 ടൈമും കൂടെ ചെയ്തെടുക്കാം. 1 സിംഗിൾ ക്രോഷേ, ദെൻ ഇൻക്രീസ്. മൂന്നാമത്തെ ടൈം 1 സിംഗിൾ ക്രോഷേ, ദെൻ ഇൻക്രീസ്. നാലാമത്തെ ടൈമിൽ ചെയ്യാം 1 സിംഗിൾ ക്രോഷേ, ദെൻ ഇൻക്രീസ്. ലാസ്റ്റ് അഞ്ചാമത്തതും ചെയ്യാം 1 സിംഗിൾ ക്രോഷേ, ദെൻ ഒരു ഇൻക്രീസും. ദെൻ ഒരു ഇൻക്രീസും കൂടെ ചെയ്തു. ഇനി നമുക്ക് ഒരു 4 സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. 1 സിംഗിൾ ക്രോഷേ, 2 3 ആൻഡ് 4 ചെയ്തെടുത്തു. ദെൻ നമുക്ക് ചെയ്യേണ്ടത് 1 ഇൻക്രീസ്, ദെൻ 1 സിംഗിൾ ക്രോഷേ. ആദ്യം ഇൻക്രീസ് ചെയ്യാം, പിന്നെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ദെൻ ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഇതൊരു 5 ടൈംസ് നമുക്ക് ചെയ്യാം. ആദ്യം ഇൻക്രീസ്, 1 സിംഗിൾ ക്രോഷേ, ഇതൊരു 5 ടൈംസ്. രണ്ടാമത്തെ ടൈം ചെയ്യാം, ഒരു ഇൻക്രീസ് ചെയ്യാം, ദെൻ ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ടൈമായി. ഇനി മൂന്നാമത്തെ ടൈമിലേക്ക് പോവാം. ഒരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം, ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. അങ്ങനെ ഞാൻ 5 ടൈംസ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ബാക്കി വരുന്നത് 18 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും. അപ്പോൾ ഇത് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 70 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇനി ബാക്കി 18 ഉണ്ടാവും. ആ 18 കൂടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 70 സിംഗിൾ ക്രോഷേ നമുക്ക് കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുന്നുണ്ട്. 18 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ നമുക്ക് ചെയ്തെടുത്തിട്ട് വരാം. അപ്പം ഞാനവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ചെയിൻ സ്റ്റിച്ച് ഇട്ട സ്ഥലത്താണ് നമ്മൾ ഇതിൻ്റെ ഐസ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 8 mm ഐസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇട്ട അതിലേക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഐസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ വാഷറും കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ വാഷർ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ലൈറ്റർ വെച്ചിട്ട് ഇതിൻ്റെ ബേക്ക് ഒന്ന് ബേൺ ചെയ്തിട്ട് കുറച്ചും കൂടെ ഒന്ന് സെക്യൂറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് ഇവിടെ നിന്ന് ബേൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ സേഫ്റ്റി ആയിരിക്കും. പെട്ടെന്ന് ഇളകി പോരില്ല.
ഇപ്പോൾ നമ്മൾ ഐസ് ചെയ്തു. ഇനി നമുക്ക് ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ ടോട്ടൽ നമുക്കവിടെ 70 സ്റ്റിച്ചസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് 23 മുതൽ 26 വരെ 70 സിംഗിൾ ക്രോഷേസ് തന്നെ നമുക്ക് ചെയ്യാം. അതായത് 4 റൗണ്ട് നമുക്ക് 70 വെച്ചിട്ട് തന്നെ ചെയ്യാം. ഞാനിപ്പോൾ അത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 27ാമത്തെ റൗണ്ടിലേക്ക് പോവാം. 27ാമത്തെ റൗണ്ടിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമുക്ക് 18 സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. ദെൻ നമ്മൾ ചെയ്യുന്നത് ഡിക്രീസിലാണ് ചെയ്യാൻ പോണത്. 1 സിംഗിൾ ക്രോഷേ ദെൻ ഡിക്രീസ്. ഈ ഒരു 1 സിംഗിൾ ക്രോഷേ ഡിക്രീസ് എന്നുള്ളത് നമുക്കൊരു 5 ടൈംസ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതുവരെ ഇൻക്രീസ് ഉള്ള സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിക്രീസിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യം 18 ചെയ്തു, പിന്നെ 1 സിംഗിൾ ക്രോഷേ ഡിക്രീസ് ചെയ്തു, അത് 1 സിംഗിൾ ക്രോഷേ ഡിക്രീസ് 5 ടൈംസ് ചെയ്തു. ഇത് നമുക്ക് 4 സിംഗിൾ ക്രോഷേ ചെയ്യാം. വൺ സിംഗിൾ ക്രോഷേ ഡിക്രീസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 4 സിംഗിൾ ക്രോഷേ ചെയ്യാം. ഈ 4 സിംഗിൾ ക്രോഷേ വരേണ്ടത് നമ്മുടെ ഐസിൻ്റെ ഒരു സെൻറ്ററിലായിട്ടാണ് വരേണ്ടത്. അത് നമ്മളെപ്പോഴും മേക്ക് ഷുവർ ചെയ്യണം. 4 സിംഗിൾ ക്രോഷേ നമ്മൾ ഐസിൻ്റെ ബിറ്റ്വീനാണ്, സെൻറ്റർ ഭാഗത്തായിട്ടാണ് വരേണ്ടത് എന്നുള്ളത്. ദെൻ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് ഡിക്രീസ് ദെൻ 1 സിംഗിൾ ക്രോഷേ, അത് 5 ടൈംസ് ചെയ്യാം. അപ്പുറത്തെ നമ്മൾ 1 സിംഗിൾ ക്രോഷേ ഡിക്രീസ് ചെയ്തു, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഡിക്രീസ് 1 സിംഗിൾ ക്രോഷേ ചെയ്യാം. ഡിക്രീസ് 1 സിംഗിൾ ക്രോഷേ 5 ടൈംസ് ചെയ്യാം. ഇനി ബാക്കി ഉണ്ടാവുക 18 സിംഗിൾ ക്രോഷേ ആണ്. അതും കൂടെ നമുക്ക് ചെയ്തെടുത്തിട്ട് റൗണ്ട് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ 27ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുണ്ടാവുക 60 സിംഗിൾ ക്രോഷേ ആയിരിക്കും. നമ്മളിത് കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 60 സിംഗിൾ ക്രോഷേ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമുക്ക് 28ാമത്തെ റൗണ്ടിലേക്ക് പോവാം. അതിൽ ഫസ്റ്റ് നമുക്ക് ഒരു 4 സിംഗിൾ ക്രോഷേ ചെയ്യാം. 1 2 3 ആൻഡ് 4 സിംഗിൾ ക്രോഷേ നമ്മൾ ചെയ്തു. ദെൻ ഒരു ഡിക്രീസ് ചെയ്യാം. ദെൻ നമുക്ക് 8 സിംഗിൾ ക്രോഷേ ഡിക്രീസ്. ഈ 8 സിംഗിൾ ക്രോഷേ ഡിക്രീസ് നമുക്ക് 5 ടൈംസ് ചെയ്യാം. ഇനി നമുക്ക് 1 2 3 4 5 6 7 and last one 8. then ഒരു ഡിക്രീസ് ചെയ്യാം. ഒരു ഡിക്രീസും കൂടെ ചെയ്യാം. ഇനി ഈ 8 സിംഗിൾ ക്രോഷേ ഡിക്രീസ് ഇനി ഒരു 4 ടൈംസും കൂടെ ചെയ്ത് കൊടുക്കാം. ടോട്ടൽ 5 ആണ്. 1 ടൈം നമ്മൾ ചെയ്തു. ഇനി ഒരു 4 ടൈമും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം.
അപ്പം ഞാനത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെയ്ത് കൊടുത്തിട്ട് വരാം. ഇനി നമുക്ക് ലാസ്റ്റ് ഉണ്ടാവുക 4 സിംഗിൾ ക്രോഷ്യ ആയിരിക്കും ലാസ്റ്റ് ഉണ്ടാവുക. അതും കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ റൗണ്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 54 സിംഗിൾ ക്രോഷ്യസ് ആയിരിക്കും നമുക്ക് ടോട്ടൽ കിട്ടുക. 1 2 3 ആൻഡ് ലാസ്റ്റ് 1 4. ഇനി നമുക്ക് റൗണ്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് റൗണ്ടിലേക്ക് നമുക്ക് പോവാം. 29ാമത്തെ 29th റൗണ്ടിലേക്ക് നമുക്ക് പോവാം. അതിൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് 7 സിംഗിൾ ക്രോഷ്യ ദെൻ ഡിക്രീസ്. ഈ 7 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് നമുക്ക് 6 ടൈംസ് ചെയ്യാം. 1 2 3 4 5 6 ദെൻ 7 ഡിക്രീസ്. ഇനി ഡിക്രീസ് ചെയ്യാം. നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും യാൺ അണ്ടർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. യാൺ ഓവർ ചെയ്താൽ നമുക്ക് സ്റ്റിച്ച് ഇത്രയും വൃത്തിയിൽ കിട്ടില്ല. എപ്പോഴും യാൺ അണ്ടർ ആയിരിക്കണം ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ദെൻ നമുക്ക് നമ്മുടെ 30th റൗണ്ടിലേക്ക് പോവാം. 30ാമത്തെ റൗണ്ടിലേക്ക് പോവാം. അതിൽ ഫസ്റ്റ് നമുക്ക് 3 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ദെൻ ഒരു ഡിക്രീസ് ചെയ്യാം. 3 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ്. ദെൻ നമുക്ക് 6 സിംഗിൾ ക്രോഷ്യ ചെയ്യാം, ഒരു ഡിക്രീസ് ചെയ്യാം. ഈ 6 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് നമുക്ക് 5 ടൈംസ് ചെയ്തെടുക്കാം. 3 4 5 6 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഒരു ഡിക്രീസ് ചെയ്യാം. ഇനി നമുക്കിത് 5 ടൈംസ് ടോട്ടൽ 5 ടൈംസ് ചെയ്ത് കൊടുക്കാം. 6 സിംഗിൾ ക്രോഷ്യ ദെൻ ഡിക്രീസ് നമുക്ക് 5 ടൈംസ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി ലാസ്റ്റ് ഒരു 3 സിംഗിൾ ക്രോഷ്യസും കൂടെ ഉണ്ടാവും. അതും കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ റൗണ്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 42 സിംഗിൾ ക്രോഷ്യസ് ആയിരിക്കും നമുക്ക് ടോട്ടൽ കിട്ടുന്നത്. ഇനി നമുക്ക് റൗണ്ട് 31 ആണ് ചെയ്യാനുള്ളത്. അതിൽ 5 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്. ഈ ഒരു പാറ്റേൺ 6 ടൈംസ് നമുക്ക് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ദെൻ ഡിക്രീസ് ചെയ്തു. ഈ പാറ്റേൺ ടോട്ടൽ 6 ടൈംസ് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ 36 ആയിരിക്കും കിട്ടുന്നത്. ഞാൻ ചെയ്തെടുത്തിട്ട് വരാം. ഇനി 32ാമത്തെ റൗണ്ടിലേക്ക് നമുക്ക് പോവാം. അതിനായിട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ദെൻ ഒരു ഡിക്രീസ് ചെയ്യാം. ദെൻ നമുക്ക് 4 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് എന്നുള്ള പാറ്റേൺ 5 ടൈംസ് ചെയ്യാം. 1 2 3 ആൻഡ് 4 കഴിഞ്ഞു. ഒരു ഡിക്രീസ് ചെയ്തു. ഇനി 4 ടൈംസും കൂടെ ഈ ഒരു പാറ്റേൺ ചെയ്തെടുക്കാം. അത് കഴിയുമ്പോൾ ലാസ്റ്റ് നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ ബാക്കിയായിട്ടുണ്ടാവും. ആ 2 സിംഗിൾ ക്രോഷ്യയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ആ റൗണ്ടിൽ കിട്ടുന്നത് 30 ആയിരിക്കും. 30 സിംഗിൾ ക്രോഷ്യ ആയിരിക്കും നമുക്ക് ഉണ്ടാകുക. അപ്പോൾ ഈ ഒരു 2ഉം കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ റൗണ്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. 30 കിട്ടിയിട്ടുണ്ടോ നമ്മൾ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അത് കഴിഞ്ഞു. നമുക്ക് 33ാമത്തെ റൗണ്ടാണ് ഇനി ചെയ്യാനുള്ളത്.
33ാമത്തെ റൗണ്ടിൽ വരുന്നത് 3 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്. ഈ ഒരു പാറ്റേൺ 6 ടൈംസ് ചെയ്ത് കൊടുക്കാം. 3 സിംഗിൾ ക്രോഷ്യ ദെൻ ഡിക്രീസ്. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 24 സിംഗിൾ ക്രോഷ്യസ് ആയിരിക്കും ഈ റൗണ്ടിൽ നമുക്ക് കിട്ടുന്നത്. ഇനി റൗണ്ട് 34 ആണ്. അതിൽ 1 സിംഗിൾ ക്രോഷ്യ ദെൻ ഒരു ഡിക്രീസ് ചെയ്യാം. ദെൻ 2 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് എന്നുള്ളത് 5 ടൈംസ് ചെയ്തെടുക്കാം. 1 2 ഇനി ഒരു ഡിക്രീസ്. ഈ 2 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് എന്നുള്ളത് 5 ടൈംസ് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യ ബാക്കി ഉണ്ടാവും. നമ്മളത് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പോളിസ്റ്റർ ഫൈബർ ഫില്ലിംഗ് ആണ്. നല്ല സോഫ്റ്റാണ്. ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ആമസോണിൽ തന്നെയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്ന് വെച്ചിട്ട് ടൂ മച്ച് നമുക്ക് ഫില്ല് ചെയ്യണ്ട. നമുക്ക് ഒരു ആവശ്യത്തിനുള്ളത് മാത്രം ഫില്ല് ചെയ്താൽ മതി. ടൂ മച്ച് ആകുമ്പോൾ അത് നമുക്ക് തീരെ വൃത്തിയിൽ കിട്ടില്ല. അതുപോലെ അതെല്ലാ പോർഷനിലേക്കും ആയിട്ടുണ്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ഇനി ലാസ്റ്റ് നമുക്ക് ഈ ഒരു 1 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഈ റൗണ്ട് ക്ലോസ് ചെയ്യാം. 1 സിംഗിൾ ക്രോഷ്യ ദെൻ ക്ലോസ് ചെയ്യാം. ഇനി ലാസ്റ്റ് റൗണ്ട് വരുന്നത് റൗണ്ട് 35 ആണ്. അതിൽ വരുന്നത് 3 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. 2 3 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ദെൻ ഒരു ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. ഈ 3 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് എന്നുള്ളത് 3 ടൈംസ് നമുക്ക് ചെയ്യണം. ഇനി ബാക്കി ഉണ്ടാകുന്ന 2 സിംഗിൾ ക്രോഷ്യ ആണ്. അതും കൂടെ ചെയ്ത് കൊടുത്തിട്ട് റൗണ്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 15 സിംഗിൾ ക്രോഷ്യസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് യാണൊന്ന് ലോങ് ആയിട്ടുള്ള യാൺ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിന് ഇയേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ഇയേഴ്സ് ഉണ്ടാക്കാൻ സിമ്പിളാണ്. നമുക്ക് ഒരു മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ 5 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ ഇയേഴ്സ് റെഡിയായി. ഒരു മാജിക് റിങ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ നമുക്ക് 5 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് യാണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
ഞാനിവിടെ ലാസ്റ്റായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് അതിലൂടെ യാണൊന്ന് പുറത്തേക്ക് എടുത്ത് നല്ലോണം ഒന്ന് പുള്ള് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇയർ. ഇതുപോലത്തെ ഒന്നും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ രണ്ടും റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ 2 പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 കണ്ണിന് ഇതുപോലെ തന്നെ ചെയ്യണം. 2 സൈഡിലായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ണിനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു നൂല് എടുത്തിട്ടുണ്ട്. സെയിം കളർ നൂല് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് മാർക്കിൻ്റെ ഉള്ളിൽ കൂടെ നീഡിലെടുക്കാം. ദെൻ സെക്കൻഡ് ഉള്ളിൽ കൂടെ അപ്പുറത്തെ കണ്ണിലേക്ക് എടുക്കാം. നെക്സ്റ്റ് ഐയിലേക്ക്. ഇനി ഇതിലൂടെ നെക്സ്റ്റ് ഐൻ്റെ ഫസ്റ്റ് ഈ ഒരു പോർഷനിലേക്ക് എടുക്കാം. ദെൻ അതിൻ്റെ ഈ ഓപ്പോസിറ്റ് ഭാഗത്തിലൂടെ നമുക്ക് താഴത്തേക്ക് എടുക്കാം. ഈ യാണിൻ്റെ മറ്റേ എൻ്റെ ഞാൻ കുറച്ച് ലോങ് ആയിട്ട് വിട്ടിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഒന്ന് വലിച്ചു കൊടുത്തിട്ട് രണ്ടും കൂടെ ഇവിടെ ടൈ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ ആ കണ്ണിന് നമുക്കൊരു ഇത്തിരി കുഴിഞ്ഞ ഒരു ഷേപ്പ് നമുക്ക് അവിടെ കിട്ടും. നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. 2 യാണും ഒരുപോലെ 2 എൻഡും ഒരുപോലെ നമ്മൾ നല്ലോണം വലിച്ചിട്ട് കെട്ടിക്കൊടുക്കണം. ഇനി ബാക്കി വന്നിട്ടുള്ള യാണ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കവിടെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇയേഴ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 8 സ്റ്റിച്ചസ് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്കാണ് ഇയർ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാനിവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ദെൻ സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. 2 ഇയേഴ്സും ഞാൻ ഇവിടെ ജസ്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഒരു 3 സ്റ്റിച്ചസ് ഗ്യാപ്പിൽ നമുക്കിതുപോലെ ഒന്ന് തുന്നിയെടുക്കാം. അതിൻ്റെ ലോങ് ആയിട്ടുള്ള എൻഡിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ലാസ്റ്റുള്ള ചെയിനിലേക്ക് നമുക്കൊന്ന് ഇതിലൂടെ നീഡിലൊന്ന് എടുത്തിട്ട് നന്നായിട്ട് അറ്റാച്ച് ആവുന്ന രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇനി അതിൻ്റെ മറ്റേ പോർഷൻ ഉണ്ടല്ലോ, നമുക്ക് സെയിം ഇതിലെ ആ ഒരു സ്റ്റിച്ചിലേക്ക് തന്നെ നമുക്ക് അതിൽ കൂടെ തന്നെ തിരിച്ചെടുക്കാം. രണ്ടും ഒരേ സ്റ്റിച്ച് കൂടെ തന്നെയാണ് നമുക്ക് എടുക്കേണ്ടത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടെ ഒരു സെക്യൂർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്ത് കൊടുക്കണേ. രണ്ടും കൂടെ നല്ലോണം ടൈ ചെയ്തിട്ട് കൂടുതലുള്ള യാൺസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ദെൻ ബാക്കി വരുന്ന യാണ് നമുക്ക് ഇതേപോലെ നീഡിൽ വെച്ചിട്ട് ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. ഇതുപോലെ അടുത്തത് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. രണ്ടും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് നോസാണ് ചെയ്യേണ്ടത്. ഞാനൊരു 3 സ്റ്റിച്ചിൻ്റെ ഡിസ്റ്റൻസിലാണ് നോസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇതേപോലെ നമുക്ക് യാണ് എടുക്കാം. ഒരു 3 സ്റ്റിച്ചിൻ്റെ ഡിസ്റ്റൻസിലാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം തിക്കാവുന്നവരെ നമുക്ക് ഇതേപോലെ ഒന്ന് ഒരേ പൊസിഷനിലേക്ക് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി വരുന്ന യാണ് നമുക്ക് ഇതേപോലെ താഴത്തേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നമുക്ക് 2 യാണും കൂടെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിന് ഐലാഷസും അതുപോലെ ഐബ്രോയും ഒക്കെ ചെയ്ത് കൊടുക്കാം. അതിന് ഞാനിവിടെ ബ്ലാക്ക് യാണാണ് എടുത്തിട്ടുള്ളത്. ഇത് 4 പ്ലേ യാണിൻ്റെ അതിൽ ഒരു പ്ലേ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ലെയർ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഐലാഷസും അതുപോലെ ഐബ്രോയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി വരുന്നതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സ്റ്റിച്ചിലേക്ക് തന്നെ എടുക്കാം. then അത് രണ്ടും കൂടെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ അതിലേക്ക് എടുക്കാം. then രണ്ടും കൂടെ ടൈ ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി വരുന്നൊന്ന് വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ നീഡിൽ വെച്ചിട്ട് ഉള്ളിലേക്ക് ഒന്ന് നല്ലോണം വലിച്ചു കൊടുക്കാം.
വീഡിയോ അത്യാവശ്യം നല്ല ലെങ്തിയാണ്. നമ്മൾ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് പറയുമ്പോൾ ഇത്രയും ലെങ്തി ആവും. പിന്നെ കുറേ ഒരേ ലൈൻസൊക്കെ വരുമ്പോൾ ഒരേ പാറ്റേൺ 2-3 ലൈനും ഒക്കെ വരുന്നത് ഞാൻ മാക്സിമം സ്കിപ്പ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ വീഡിയോ ഇനിയും കൂടുതൽ ലെങ്തി ആവും. ആരാണെങ്കിലും കണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, മടിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വിഗിൻ്റെ പാർട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. അങ്ങനെ ഓരോരോ പാർട്ടാക്കി ചെയ്യുമ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവാതെ കാണാൻ വേണ്ടി പറ്റും. അത് അപ്ലോഡ് ചെയ്യുന്നത് എനിക്കും ബുദ്ധിമുട്ടില്ല. കാരണം നമ്മൾ ഇത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് അപ്ലോഡായി കിട്ടാനും കുറേ പാടാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസൊക്കെ അറിയുന്നവരാണെങ്കിൽ ഓക്കെ, അറിയാത്തവർക്ക് ഞാൻ അത് ഷോർട്ടായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കതെല്ലാം കണ്ട് പെട്ടെന്ന് തീർക്കാമല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ബേസിക്കായിട്ടുള്ള സ്റ്റിച്ച് അങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ കൊടുക്കേണ്ട കാര്യമുള്ളൂ, കാരണം അത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഡൗട്ടുള്ളവർ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസ് കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം. വിഗിൻ്റെ പാർട്ടാണ് നെക്സ്റ്റ് പാർട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ബോഡി പാർട്ട്, അങ്ങനെ 2-3 വീഡിയോ ആക്കിയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.